ഉപ്പുതറ കണ്ണമ്പടി മേമാരിയിൽ വീട്ടിൽ നിന്നും കുരുമുളകും ഭക്ഷ്യവസ്തുക്കളും മോഷ്ടിച്ചയാളെ നാട്ടുകാർ പിടികൂടി. സിജോ മേമാരി എന്ന യുവാവിനെയാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടിയത്. ഇയാളെ ഉപ്പുതറ പോലീസിൽ ഏൽപ്പിച്ചു. കണ്ണമ്പടി മേമാരിയിൽ ഇടക്കര മധുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശാരീരിക വൈകല്യമുള്ള മധു മാത്രമാണ് ഇവിടെ സാധാരണയായി താമസിക്കാറുള്ളത്. വർഷങ്ങളായി മേമാരി കേന്ദ്രീകരിച്ച് താമസിക്കുന്ന സിജോ എന്ന വ്യക്തിയാണ് വീട്ടിൽ കയറി കുരുമുളകും അരിയും മോഷ്ടിച്ചത്. ജനലിന്റെ ഇടയിലൂടെ കൈയിട്ട് കതകു തുറന്നാണ് ഇയാൾ വീട്ടിൽ കയറിയത്. തുടർന്ന് ചാക്കിൽ കെട്ടിവച്ചിരുന്ന കുരുമുളകും സമീപത്ത് വെച്ചിരുന്ന ഏതാനും കിലോ അരിയും മോഷ്ടിച്ചു. തുടർന്ന് ഇയാൾ ഇറങ്ങിപ്പോകുന്നത് വ്യക്തമായി കണ്ടുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം മധുവിന്റെ മാതാപിതാക്കളും വീട്ടിലുണ്ടായിരുന്നു. ഇത് അറിയാതെയാണ് ഇയാൾ മോഷ്ടിക്കാൻ വീട്ടിൽ കയറിയതെന്ന് മധുവിന്റെ പിതാവായ രാഘവൻ പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ ഒരു 12 മണി സമയമായപ്പോഴത്തേക്ക് സിജോ എന്ന് പറഞ്ഞ കക്ഷി വീട്ടിൽ കയറി, എൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ കയറി മുളകും അരി റേഷൻ അരി വാങ്ങിച്ചിരുന്ന് അത് എടുത്തുകൊണ്ട് പോയി. വീട്ടുകാരത്തി രാത്രി ഇവൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഇവൻ കയറിയത് ജനൽ പതുക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ആ ജനലിൽ കൂടെ കൈയിട്ട് അകത്ത് കതകിൻ്റെ കുറ്റി തുറന്നിട്ട് അകത്ത് കയറിയിട്ട് ഇനി പൂസായതുകൊണ്ട് ലൈറ്റ് എല്ലാം അങ്ങ് തെളിഞ്ഞു. എല്ലാ മുറിയിലും തെളിഞ്ഞപ്പോഴത്തേക്ക് കുടുംബം ഓർത്താൻ എൻ്റെ മുറിയിൽ ലൈറ്റ് തെളിയുന്നത്. അങ്ങനെ തെളിഞ്ഞപ്പോഴത്തേക്ക് ഒരാളിന് ഇങ്ങനെ മാറുന്ന പോലെ കണ്ടു. ഇറങ്ങി നോക്കിയപ്പോൾ സിജോ ഇങ്ങനെ മുളകും അരിയും 2 ചാക്കായിട്ട് ആയിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. വീണ്ടും ഇത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ വന്നു. അടുത്ത മുളക് എടുക്കാൻ വേണ്ടി വന്നത്. അന്നേരത്തേക്ക് ഭാര്യയെ കണ്ടു. ഭാര്യ ഉടനെ കതകടച്ചു. അതിനെ വഴക്ക് പറഞ്ഞു പോയി. ഇത്തരം സംഭവമാണ് ഇവിടെ നടന്നത്. എന്നിട്ട് രാത്രി തന്നെ ഇവൻ മേമാരിക്ക് വന്ന് മുളക് എവിടെ കൊണ്ടുപോയി വെച്ചെന്ന് ചോദിച്ചിട്ട് ഇവരൊന്നും പറയുന്നില്ല. അരി കൊണ്ടുപോയ വഴിക്ക് ചാക്കിലെല്ലാം കൊടുത്തിട്ടത് ചാക്ക് സഹിതം അവനെ കൊണ്ടെടുപ്പിച്ചു. കാര്യങ്ങളെല്ലാം മുളകിൻ്റെ കാര്യം പറയുന്നില്ല എടുത്തിട്ട്. ഇവൻ ഇതിന് മുമ്പ് ഞാൻ കാപ്പിക്കുരു കഴിഞ്ഞ പ്രാവശ്യം ചെറുക്കൻ്റെ അടുത്ത് നിന്ന് ബ്രാൻഡിയെ കൊടുത്തിട്ട് കാപ്പിക്കുരു ഒരു ചാക്ക് എടുത്ത് അവനും 2 പേരും കൂടെ കൂടി കൊണ്ടുപോയി കടയിൽ കൊടുത്ത്. എന്നിട്ട് വന്നിട്ട് 2ാമത്തെ ചാക്ക് കാപ്പിക്കുരു അവനറിയാതെ എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ അതിൽ മോഷണം പോയപ്പോഴത്തേക്ക് നമ്മൾ ആരാന്നറിയാൻ കൊണ്ട് പറഞ്ഞില്ല. ഇന്നലെ പ്രതിയെ നേരിട്ട് കണ്ടു. അത് കണ്ടുകൂടി അന്നേരം എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും കൂടെ പിടിച്ചു പോലീസിനെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആളുകൾ ചേർന്ന് സിജോയെ പിടികൂടുകയായിരുന്നു. പിന്നീട് ഇയാളെ ഉപ്പുതറ പോലീസിന് കൈമാറി. സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. മുൻപും മേഖലയിൽ മോഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് സിജോ എന്നും പ്രദേശവാസികൾ പറഞ്ഞു.